നമസ്കാരം. ഇന്നലെ അടൂർ ഗോപാലകൃഷ്ണൻ ഇറക്കിയ പ്രസ്താവന നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, പട്ടികജാതിക്കാർക്ക് സിനിമ പിടിക്കണമെങ്കിൽ 3 മാസത്തെ ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ മറ്റിടത്തുനിന്ന് എടുത്തുന്നതാണല്ലോ ഞങ്ങളൊക്കെ സിനിമയും കണ്ടൊക്കെ ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ, അതായത് പണ്ട് കാലത്ത് നമ്മൾ അടിമത്തം ഉള്ള കാലത്ത് ഈ പാവപ്പെട്ട പുലയനും പാണനൊക്കെ പണിയെടുത്ത് ഉണ്ടാക്കി അവരെ മുമ്പിൽ നിന്നും ഓച്ചാനിച്ച് നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയതും അതൊക്കെ ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെ ഒരു വീര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഈ വിദ്യാഭ്യാസം. അതൊന്നും കിട്ടിയിട്ട് ഒരുപാട് കാലങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് ഉയർന്നു വന്നു പട്ടികജാതിക്കാർ. പക്ഷേ അതൊക്കെ ഇപ്പോഴും അതിലേക്ക് അടിച്ചമർത്താനുള്ള ഒരു പരിപാടി തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ കാലത്തേക്കുള്ള ആ ഒരു സംഭവമാണ് ഇപ്പോഴും ആ താന്ന രീതിയിൽ തന്നെ നിങ്ങൾ നിന്നാൽ മതി എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഈ ജാതിപരമായിട്ട് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളൊക്കെ തോന്നുന്നത് ഇതന്നെ ഒരു പണിയാണോ എന്നുള്ളത്. സത്യം അതല്ല. നമ്മളൊക്കെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്ന ഒരു സംഭവമാണ് ഈ ജാതി എന്ന് പറയുന്നത്. ഈ ജാതി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോഴും നമ്മളൊക്കെ അടിമകളായി കാണുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇന്നലെ ഈ അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്ന പ്രസംഗമൊക്കെ ഞാൻ കേട്ട്. പക്ഷെ അതിൽ ഒരുപാട് ആൾക്കാർ ഇത് സംസാരിച്ചുകൊണ്ടിരുമ്പോൾ കൈയടിക്കുകയാണ്. അപ്പോൾ ആ കൈയടിക്കുന്ന ആളുകളൊക്കെ ഇതിൻ്റെ വിഷങ്ങളാണ്. കാരണം പട്ടികജാതിക്കാരെന്ന് പറയുമ്പോൾ അവർ എന്താ ഭയങ്കര സന്തോഷം അവർക്ക്. ഈ വേടനുമായിട്ടുള്ള സംഭവമൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതായത് വേടൻ ഒരു തരത്തിലും കയറി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് ഇവരെ ഒരു ഇത്. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അടിമത്വത്തിലേക്ക് തന്നെ വീണ്ടും ഈ താഴ്ന്ന ജാതിക്കാരും ഈ പാവപ്പെട്ട ആളുകളും അടിമത്വത്തിലേക്ക് തന്നെ പോകട്ടെ എന്നുള്ളൊരു ചിന്താഗതിയാണ് എല്ലാവരുടെ മനസ്സിലും. ഈ പറയുന്ന ആളുകളുടെ, ഈ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒക്കെ മനസ്സിൽ, അതായത് ഇതൊക്കെ വിഷങ്ങൾ ഇങ്ങനെ കുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെ. കാരണം ഒരിക്കലും നീയൊന്നും പൊന്തരുതേ, നീയൊന്നും എവിടെ എത്തരുതേ. നമുക്ക് ആലോചിച്ചാൽ കിട്ടും. നിങ്ങൾ ഏതൊരു ഇതിൽ പോയി നോക്ക്, പട്ടികജാതിക്കാർക്ക് എവിടെയും ഒരു സ്ഥാനമില്ല, എവിടെയും സ്ഥാനമല്ല. പക്ഷേ നമ്മുടെ ഇടത് സർക്കാർ പട്ടികജാതിക്കാർക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഇടത് സർക്കാർ നമുക്ക് പട്ടികജാതിക്കാർക്ക് നല്ലൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. അവരെ പ്രസ്താവനയും അതാണ്, പട്ടികജാതിക്കാർക്ക്. പക്ഷേ അതിനൊക്കെ അടിച്ചമർത്തുകയാണ്, നമ്മളെ പട്ടികജാതിക്കാരെ അടിച്ചമർത്തുകയാണ് ഇപ്പോഴും. നമ്മളെ ഇടത് പക്ഷ സർക്കാർ ഈ പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ട് ആനുകൂല്യങ്ങളും മറ്റു സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അതിനൊക്കെ അടിച്ചമർത്തുകയാണ് ഇപ്പോഴത്തെ ഈ വക ആളുകൾ. ഈ ജാതിയും മതവും ഒക്കെ നോക്കി നടക്കുന്ന ഈ വക വിഷങ്ങൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ പണ്ട് കാലത്തെ അടിമത്തത്തിലേക്ക് മാത്രം അതുപോലെ ജീവിച്ചാൽ മതി എന്നാണ് ഇപ്പോഴും ഇവരെ ആവശ്യം.